അള്ളാഹുവിൻ്റെ പേര് മുഖേന നീ കാവൽ തേടിയാൽ ഒന്നും നിന്നെ ഉപദ്രവിക്കുകയില്ല. അതല്ലേ രാവിലെ വൈകുന്നേരമുള്ള ദുആയിലുള്ള ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. എന്താണ് ബിസ്മില്ലാഹ് എന്ന് ആദ്യം പറയുന്നത്? അഥവാ ബിസ്മില്ലാഹി അസ്തഈദു എന്നാണ് അവിടെ കണക്കാക്കേണ്ടത്, പറയാനല്ല. അഥവാ അള്ളാഹുവിൻ്റെ പേരിൽ ഞാനിതാ കാവൽ തേടുന്നു എന്നാണ്. ബിസ്മില്ലാഹ് അല്ലദി ലാ യദുറു, അവൻ്റെ പേരിനോടൊപ്പം അഥവാ അവൻ്റെ പേര് മുഖേന കാവൽ തേടിയാൽ ഉപദ്രവിക്കുകയില്ല. ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി, അവൻ്റെ പേരിൻ്റെ കൂടെ അവൻ്റെ പേര് കൊണ്ട് കാവൽ തേടിയാൽ ഉപദ്രവിക്കുകയില്ല. ഷൈഉൻ, ഒന്നും, ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം, ഭൂമിയിലോ ആകാശത്തിലോ ഉള്ള ഒന്നും ഉപദ്രവിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരം 3 തവണ ഈ ദിക്ർ ചൊല്ലാൻ പറഞ്ഞു, ഒന്നും ഉപദ്രവിക്കുകയില്ല. അബാൻ ഇബ്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റഹിമഹുല്ലാഹ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ അബാൻ ഈ ദിക്ർ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൊരു ഭാഗം തളർന്നിട്ടുണ്ടായിരുന്നു. ഒരാൾ അദ്ദേഹത്തെ ഇങ്ങനെ നോക്കി എന്ന് പറഞ്ഞാൽ എന്താ ഈ ദിക്ർ ചൊല്ലിയിട്ടും ഇദ്ദേഹത്തിന് ഇത് പറ്റിയോ എന്ന അർത്ഥത്തിലാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ഹദീസ് എൻ്റെ പിതാവ് ഉസ്മാൻ അദ്ദേഹത്തെക്കുറിച്ച് കളവ് പറഞ്ഞതല്ല, സത്യമാണ്. ഉസ്മാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഈ ഹദീസ് കളവ് പറഞ്ഞതല്ല, ഹദീസ് സത്യമാണ്. പക്ഷേ ഞാൻ ദേഷ്യം പിടിച്ചു എന്തോ കാര്യത്തിന്, അങ്ങനെ ഈ ദിക്ർ പറയാൻ ഞാൻ മറന്നുപോയി, ഈ അപകടം എനിക്കുണ്ടായി. അബാൻ ബിൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റഹിമഹുല്ലാഹ് എന്ന താബിഈ അദ്ദേഹം പറയുകയാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, അവർ എന്താണ് മനസ്സിലാക്കിയത്? ഇതുപോലുള്ള അപകടങ്ങളിൽ നിന്ന് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാവൽ ആ ദിക്ർ മുഖേന ഉണ്ടാകും. അള്ളാഹുവിൻ്റെ വിധി ഉണ്ടായി ആ അപകടം സംഭവിക്കണമെന്ന്, ആ ദിക്ർ പറയാൻ മറന്നുപോയി, അപകടം സംഭവിച്ചു. രാവിലെയും വൈകുന്നേരം 3 തവണ ചൊല്ലുക, മറക്കാതെ ചൊല്ലുക, കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. അള്ളാഹുവിൻ്റെ പേര് മുഖേന അഥവാ അത് മുഖേന ഞാൻ കാവൽ തേടുന്നു. അല്ലദി ലാ യദുറു മഅ ഇസ്മിഹി, അവൻ്റെ പേരിനോടൊപ്പം ഉപദ്രവിക്കുകയില്ല, അതുകൊണ്ട് കാവൽ തേടിയാൽ ഉപദ്രവിക്കുകയില്ല. ഷൈഉൻ ഫിൽ അർദ്, ഭൂമിയിലൊന്നും ഉപദ്രവിക്കുകയില്ല. വലാ ഫിസ് സമാ, ആകാശത്തിലൊന്നും ഉപദ്രവിക്കുകയില്ല. വഹുവ സമീഉൽ അലീം, അള്ളാഹു അവനാണ് എല്ലാം കേൾക്കുന്നവൻ, അൽ അലീം എല്ലാം അറിയുന്നവൻ.